മക്കളെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ ഒന്നും കൂടി ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നിങ്ങളുടെ വെക്കേഷൻ ഒന്നും കൂടെ കളറാക്കാം. അപ്പോൾ ആദ്യമായിട്ട് മിസ്സിന് പറയാനുള്ളത് എൻജോയ് സം ഫ്രീ ടൈം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ടല്ലോ. ഇത്ര നാളത്തെ പോലെ എക്സാം, തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മിസ് പറയുന്നത്, കുറച്ച് നേരം ഉറങ്ങാം അല്ലേ, സ്ലീപ്പ് ഇൻ എ ലിറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒരു ചെറിയ നാപ്പൊക്കെ എടുക്കാം, ഉറങ്ങാം. ഇത്ര നാളെ ഉറങ്ങാനുള്ള മര്യാദയ്ക്ക് ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ നല്ല ഉറക്കമൊക്കെ നമുക്ക് ഇവിടെ പാസ്സാക്കാം. പിന്നെ അതേപോലെ വാച്ച് ഫേവറേറ്റ് കാർട്ടൂൺസ് ഓർ മൂവീസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസോ അല്ലെങ്കിൽ സിനിമകളോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു തീർക്കാം. ഒരുപാട് സമയമുണ്ട് നമുക്ക്. അതേപോലെ പ്ലേ വിത്ത് ഫ്രണ്ട്സ് ഔട്ട്സൈഡ്. നിങ്ങൾക്ക് പുറത്ത് നിങ്ങളുടെ വീടിനടുത്തൊക്കെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ഓരോ ഗെയിംസ് ഒക്കെ കളിക്കാം. ഇനി അതേപോലെ ഗോ ടു ദ പാർക്ക് ഓർ റൈഡ് എ ബൈസൈക്കിൾ. അപ്പോൾ നിങ്ങൾക്ക് വീടിനടുത്ത് പാർക്കോ, ഇനി പാർക്കില്ലെങ്കിലും ഗ്രൗണ്ടോ വയലോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം പുറത്തൊക്കെ പോയിട്ട് വെയിലൊന്നും കൊള്ളാതെ വെയിലൊക്കെ ആറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർക്കിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഓരോ ഗെയിംസിലും ഓരോ ഇതിലൊക്കെ കയറി കളിക്കാം. അതേപോലെ സൈക്കിളൊക്കെ ഉള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, സൈക്കിളൊക്കെ ഓടിക്കാൻ പോവുക. അപ്പോൾ തണലൊക്കെ നോക്കിയിട്ട് വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ സൈക്കിളൊക്കെ, ഈ സൈക്കിൾ ഓടിക്കാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, ആ സൈക്കിളൊക്കെ ഒന്ന് ഓടിക്കാൻ പഠിക്കാം അല്ലേ, അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് സൈക്കിളൊക്കെ ഓടിച്ച് പഠിക്കുക. അതൊക്കെ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. അപ്പോൾ എന്തായാലും സൈക്കിളൊക്കെ ഓടിക്കാനായിട്ട് മക്കളെല്ലാവരും പഠിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഫൺ ലേണിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ കുറച്ച് ഫണ്ണായിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? റീഡ് സ്റ്റോറി ബുക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വായന എന്ന് പറഞ്ഞൊരു ശീലം ഇപ്പം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്. കാരണം വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഭാവനയിൽ അതെങ്ങനെയാണ് വളർത്തിയെടുക്കുക, നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളായിട്ടൊരു പരിചയം നമുക്ക് വേണം. അങ്ങനെയാണ് നമ്മൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് രൂപപ്പെടുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സൊക്കെ എന്ത് ചെയ്യുക, വായിക്കാം. പിന്നെ അതേപോലെ എന്താ ചെയ്യാൻ പറ്റുക, കീപ്പ് എ വെക്കേഷൻ ഡയറി. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡയറി എഴുതുന്ന ഒരു ശീലം ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് 2-3 ലൈൻസ്. അത് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എഴുതണം എന്ന് പറയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് പുതിയതായിട്ടൊന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം എല്ലാ കാര്യങ്ങളും എഴുതണമെന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ആ ഓരോ ദിവസത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 ലൈൻസിൽ ഇന്ന് എന്തൊക്കെ നടന്നെന്നുള്ള കാര്യങ്ങൾ ഒരു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുറിക്കാം. അപ്പോൾ ആ ഡയറിനോട് നിങ്ങൾക്കൊരു ബന്ധം വരും. കാരണം നിങ്ങൾക്ക് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയറി എഴുതുക. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് എന്താ മക്കളെ നമുക്ക് ചെയ്യാൻ പറ്റുക, ഗെറ്റ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. എന്തൊക്കെ ചെയ്യാം നമുക്ക് ക്രിയേറ്റീവായിട്ട്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, കളറിങ്, ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടപ്പെട്ട മക്കളുണ്ടല്ലോ. ഇനിയിപ്പോൾ ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു കഴിവൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മിസ്സിന് ചിത്രമൊന്നും വരയ്ക്കാൻ അറിയില്ലായിരുന്നു. മിസ് ചെറുപ്പത്തിൽ എന്ത് ചെയ്തു, ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ ചിത്രങ്ങളൊക്കെ നോക്കി പകർത്താൻ തുടങ്ങി. അങ്ങനെ മിസ് കുറച്ച് ട്രൈ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ചിത്രം വരാന്ന് പറഞ്ഞിട്ടൊരു എബിലിറ്റി അത് മിസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് പഠിച്ചു. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ ഇഷ്ടമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ മേക്ക് ഗ്രീറ്റിംഗ് കാർഡ്സ്. നിങ്ങൾ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരല്ലേ, ഇനി അറിയില്ലെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിലായാലും ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കാണാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് തരാം. നിങ്ങൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ അടിപൊളിയായിരിക്കില്ല, ഭയങ്കര സർപ്രൈസ് ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം. പിന്നീട് എന്താ ചെയ്യുക, ലേൺ ക്ലേ മോഡലിംഗ്. ഇതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ ക്ലേ മോഡലിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷമയും നമ്മുടെ ബ്രെയിനൊക്കെ ഭയങ്കര കുളിർമയേകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ക്ലേ മോഡലിംഗ്. ക്ലേ നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് മണ്ണിന്ന് കളിക്കാൻ പറ്റും. ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ള ഓരോരോ ഷേപ്പുകളും ഓരോരോ രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ക്ലേ മോഡലിംഗ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ട്രൈ ചെയ്യാം. പിന്നീട് എന്താ ചെയ്യാൻ പറ്റുക, ലേൺ സംതിങ് ന്യൂ. എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കുക. വെറുതെ വെക്കേഷൻ എന്ത് ചെയ്യരുത്, ആ ലീവൊക്കെ ഒന്ന് പാഴാക്കി കളയരുത്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഒരു മ്യൂസിക്കോ ഡാൻസോ അല്ലെങ്കിൽ മാജിക് ട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ്, എല്ലാവരുടെ ഉള്ളിലും എന്തോ ഒരു കഴിവ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പുറത്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. അത് പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് എഫേർട്ട് എടുക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക,
ലേൺ ടു കുക്ക് സിമ്പിൾ റെസിപ്പീസ്. കുക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സ്കില്ലാണ്. ഓക്കെ, ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവരും നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തന്നെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ കുഞ്ഞ് ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്യാൻ നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ റെസിപ്പീസൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, ട്രൈ ഗാർഡനിങ്. ഓക്കെ, നമ്മളെപ്പോഴും എന്താണ് ഫോണ്, ലാപ്ടോപ്പ്, അങ്ങനെ ഈ ഒരു സ്മാർട്ട് ഫോൺ അങ്ങനെ ഒരു ലോകത്ത് നിൽക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ചെടികളുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാം. ഗാർഡനിങ്ങിനും അതേപോലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും ഒരു പുതിയ ചെടിയൊക്കെ നടാനും ഒരു തൈ നടാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലീവിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആവാനും കാം ആവാനൊക്കെ എന്ത് ചെയ്യും മക്കളെ, അത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടേക്ക് ആൻ ഓൺലൈൻ ക്ലാസ്. ഇപ്പോൾ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ വേണമെന്ന് തന്നെ ഇല്ല, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്ടോ പസിൽസോ ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പല ക്ലാസ്സസും കോച്ചിങ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുക മക്കളെ, ഈ ഒരു വെക്കേഷന് പഠിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക മക്കളെ, സംതിങ് ന്യൂ എന്തെങ്കിലും ഒന്ന് പഠിക്കാം. ഇനി അടുത്തത് സ്റ്റേ ആക്റ്റീവ്. ഓക്കെ, അപ്പോൾ വെറുതെ തണുത്തുറങ്ങി പോകാതെ കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ വെക്കേഷൻ ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗോ ഫോർ എ വോക്ക്. അപ്പോൾ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നല്ല തണലൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു വാക്കിന് പോകാം. അതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുട്ടനൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നടക്കാൻ പോകാം. ഇനി അല്ലെങ്കിൽ പോട്ടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടില്ലേ ഫാമിലീൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ ഒരു നടത്തത്തിന് പോകാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, പ്ലേ ഔട്ട്ഡോർ ഗെയിംസ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ഹൈഡ് ആൻഡ് സീക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഗെയിംസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, പുറത്ത് പോയിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബോഡിക്കെല്ലാം എക്സസൈസ് കിട്ടുന്ന രീതിയിൽ. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക, യോഗ അല്ലെങ്കിൽ സിമ്പിൾ എക്സസൈസ്. അപ്പോൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നല്ല മിസ് പറയുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബോഡി നല്ലോണം ആക്റ്റീവ് ആക്കി വെക്കുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ബോണ്ട് വിത്ത് ഫാമിലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, നമുക്ക് ഇത്ര ദിവസം നമ്മൾ സ്കൂളിലൊക്കെ പോയി നമ്മുടെ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വെക്കേഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് വേറെ കോളേജിൽ വേറെ പുറത്തൊക്കെ പോയി പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലീൻ്റെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം ഇനി അങ്ങോട്ടേക്ക് ചുരുങ്ങി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ സമയം മാക്സിമം നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുക, സിബ്ലിങ്സിനോടും എല്ലാവരുടെ റിലേറ്റീവ്സിനോടൊക്കെ പോയിട്ട് സംസാരിക്കുക, അവരുടെ കൂടെ തന്നെ സമയം ചിലവഴിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അവരുടെ കൂടെ ഒന്നിച്ചൊരു സിനിമ കാണാം, ഇല്ലെങ്കിൽ ഒരു ട്രിപ്പ്, ഒരു ചെറിയൊരു പിക്നിക്കൊക്കെ പ്ലാൻ ചെയ്യാം, ഒരു ഗെയിമൊക്കെ ഒരു ഫണ്ണായിട്ട് എല്ലാവരും കൂടെ എന്തെങ്കിലും ഗെയിംസൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ, കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫാമിലീൻ്റെ കൂടെ കുറച്ചധികം സമയം ഈ വെക്കേഷൻ ചിലവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, സെറ്റ് എ സ്മോൾ ഗോൾ. അപ്പോൾ ഈ വെക്കേഷൻ വെറുതെ പാഴാക്കി പോകരുത്, എന്തെങ്കിലും ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാം. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മക്കളെ, ഞാനൊരു 5 പുസ്തകം ഈ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് വായിച്ച് തീർക്കും എന്നൊക്കെ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ എന്താ മക്കളെ, ലേൺ 10 ന്യൂ വേർഡ്സ്. ഒരു 10 പുതിയ വാക്കുകൾ, അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഒരു 10 പുതിയ വാക്ക് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നീട് എന്താ, മേക്ക് എ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഫോർ എ ഫ്രണ്ട്. നേരത്തെ മിസ് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളെ സ്കൂളെല്ലാം തുറന്ന് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ഭയങ്കര രസമായിരിക്കും ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ എന്ത് ചെയ്യുക മക്കളെ, സെറ്റ് ചെയ്യാം. ഇനി ഫൈനലായിട്ട് മിസ്സിന് പറയാനുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടത്, റിവിഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയ ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ പഴയ ക്ലാസ്സിൽ പഠിച്ച കാര്യം അവിടെ വെച്ചിട്ട് പോവുകയാണോ ചെയ്യേണ്ടത്? അല്ല. നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ഒരു ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഴയ ക്ലാസ്സിൽ എന്തൊക്കെയാണോ പഠിച്ചത്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് ഡെയിലി ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോവില്ല. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കളെ, ഒന്ന് ഓർത്ത് നോക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ പുറകോട്ട് പോകാൻ പാടോ ഇല്ല, നമുക്ക് മുന്നോട്ടേക്ക് കയറി വരാനുള്ളതാണ്. അപ്പോൾ റിവൈസ് ചെയ്യുക, റിവിഷൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഓക്കെ ആണ്, സെറ്റാണ്. അപ്പോൾ നിങ്ങളെ കുറച്ചും കൂടി നിങ്ങളുടെ റിവൈസ് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളും ഇനി പുതിയ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് എക്സാം വിന്നർ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ സിക്സ്ത്തിലേക്ക് വരുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യുവ ബാച്ചുടെ സെറ്റ്
സെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും മോഡൽ എക്സാംസും ഓരോ ചാപ്റ്റർ വൈസ് എക്സാംസും അതിൻ്റെ PDF നോട്ട്സ് ഒക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ ക്ലാസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാമിനറുടെ കൂടെ പഠിക്കാം. ഇനി ഇതാ 7ാം ക്ലാസ്സിലേക്ക് വരുന്ന മക്കളാണെങ്കിൽ അപ്പോൾ നമ്മുടെ യുവ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 2499 ആണ്. ഇനി 7ാം ക്ലാസ്സിലേക്ക് വരുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ സൃഷ്ടി ബാച്ച് ഉണ്ട്. ഇതേപോലെ നമുക്ക് ലൈവ് ക്ലാസ്സുകളും ഇത്രയും ഫീച്ചേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. അപ്പോൾ പുസ്തകങ്ങളൊക്കെ മാറുകയാണ് അല്ലേ, പുസ്തകങ്ങളൊക്കെ മാറുകയാണ്. 6ാം ക്ലാസ്സിൻ്റെ ബുക്ക് മാറുകയാണ്, 7ാം ക്ലാസ്സിൻ്റെ ബുക്ക് കഴിഞ്ഞ കൊല്ലം മാറിയതാണ്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം പുതിയ 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 പുസ്തകം, പുതിയ എക്സാമുകളൊക്കെ, പുതിയ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ പറയുക, ടഫായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പം കുറച്ചും കൂടി അടിപൊളിയായിട്ട് പഠിക്കണം, കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു ഈ പുതിയ വർഷമൊക്കെ. അപ്പോൾ നിങ്ങളെ എല്ലാം സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് എക്സാമിനർ ഇവിടെ റെഡിയാണ്. അപ്പോൾ 2499 ആണ് സൃഷ്ടി ബാച്ചിൻ്റെ ഫീ വരുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ മിസ്സിന് ഇനി പറയാനുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക, സേഫായിട്ട് ഇരിക്കുക, വെയിലത്തൊന്നും പോകരുത്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ.